വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന ആ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിച്ച ആ ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മുടെ വിഷയം ആ കോട്ടിട്ട കോമളനായ ദീനി യുവാവ് തന്നെയാണ്. സജാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓർക്കുമ്പോൾ ചിരി വരികയാണ്. കാരണം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിലും ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ഒരു യോജിപ്പും ഇല്ലാതിരിക്കെ, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളിനെ ബൈബിളിൻ്റെ അകത്ത് എവിടെയും പറയാതിരിക്കെ, ബൈബിളിൻ്റെ അകത്ത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഈ ദാവാ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്, വളരെ പ്രയാസം തോന്നാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് ഈ എം അക്ബറും കൂട്ടരും ഈ ഒരു കാലത്ത് ഇതുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഇവർ ആലോചിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞാൻ പറയുന്നത് അക്ബറും കൂട്ടരും അല്ല ഇത് തുടങ്ങി വെച്ചത്. ഇത് മുഹമ്മദിന്റെ കാലത്തെ തുടങ്ങി വെച്ച കാര്യം തന്നെയാണ്. മുഹമ്മദിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാണ്. ഞാനിനി ഇങ്ങനെ കാണിച്ചെന്നും പറയുന്നുണ്ട്, ഇത് ഏകദൈവത്തെ സൂചിപ്പിച്ചു എന്ന് പറയുന്നത് വരരുത് കേട്ടോ. ഇങ്ങനെ കാണിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്ക് അമ്പയർ ഏറ്റവും കൂടുതൽ ഈ 11 ആൾക്കാർ ഇറങ്ങുമ്പോൾ 10 പേര് ഔട്ടാകുമ്പോഴും ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോഴെല്ലാം ഏകദൈവത്തെ സൂചിപ്പിച്ചതായിട്ട് വരും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ എം അക്ബർ തുടങ്ങി വെച്ചതല്ല ഈ വിഷയം, ഇത് മുഹമ്മദ് തുടങ്ങി വെച്ച വിഷയമാണ്. മുഹമ്മദാണ് ഈ വിഷയം തുടങ്ങി വെക്കുന്നത്. യഹൂദരെയും ക്രൈസ്തവരെയും മോശമാക്കിക്കൊണ്ട് ഈ ലോകത്ത് മുഴുവനും ഈ ഒരു സംഭവം പ്രചരിപ്പിക്കാനുള്ള കാരണം ആരാ? എം അക്ബറാണ്. ഈ എം അക്ബറല്ല, മുഹമ്മദാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദിനെ ബൈബിളിന് വിരുദ്ധമായിട്ട്, ബൈബിളിന് വചനത്തിന് വിപരീതമായിട്ട് ആര് തിരഞ്ഞെടുത്തോ ആ ശക്തിയുടെ ആത്മാവിൽ എന്ന് വേണം പറയാൻ. ബൈബിളിൻ്റെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവല്ല, ബൈബിളിന് വിപരീതമായിട്ട് നിൽക്കുന്ന ശക്തി ആരാണോ ആ ശക്തിയുടെ ആത്മാവ് മുഹമ്മദിൽ വ്യാപരിച്ച് അത് ലോകം മുഴുവനും കൊണ്ടേ നടന്നു. ആ കൂട്ടത്തിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ചീളുകളാണ് ഈ എം അക്ബർ, സാക്കിർ നായിക് എന്നൊക്കെ പറയുന്നവരൊക്കെ. ആ കൂട്ടത്തിൽ ഈ കുഞ്ഞും വന്ന് പെട്ടു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് എടുക്കുന്ന വിഷയം, ഇദ്ദേഹം പറയുന്നുണ്ട് യേശു ദൈവമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവുമില്ല. യേശു ദൈവമാണെന്ന് ഒരു തെളിവുമില്ല. അല്ലയോ പുത്തൻ കോട്ടിട്ട മനുഷ്യ, താങ്കളോട് പറയട്ടെ, ഇത് തന്നെയായിരുന്നു ഈ മുഹമ്മദും. മുഹമ്മദിന് ശേഷം പിന്നീട് പല ആൾക്കാരും വന്നിട്ട് ഇത് തന്നെ പറഞ്ഞു. പിന്നെ അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന മിർസാ ഗുൽ അഹമ്മദ് ഖാദിയാനി വന്നു പറഞ്ഞു എന്ന് വേണ്ട പലരും പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ ദൈവികതയ്ക്ക് ഇതുവരെയായിട്ടൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദൈവികതയ്ക്ക് ഈ അറബിക്കടലിൽ ഓളം തള്ളുന്ന കണക്ക് ഇങ്ങനെ അടിച്ചു പോകുന്നതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ദൈവികതയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അനേകർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ചോദിക്കും, അത് അവിടെ പള്ളി അവർ മേടിച്ചു, പള്ളി ഇവർ മേടിച്ചു. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ പള്ളി എത്രണ്ണം നിങ്ങൾ തന്നെ ബോംബിട്ട് തകർക്കുന്നു. അതെന്താ നിങ്ങളുടെ കണക്ക് എഴുതി വെക്കാത്ത? പള്ളി യൂറോപ്യൻ രാജ്യങ്ങളിൽ പള്ളി മേടിച്ചു, അതൊരു കള്ളമാണെന്ന് ചില ആൾക്കാർ തെളിയിക്കുകയും ചെയ്തു. അത് വേറൊരു വശം. പക്ഷെ നിങ്ങളുടെ മസ്ജിദുകളിൽ നിങ്ങളുടെ ആൾക്കാർ കയറി ബോംബ് പൊട്ടിച്ച് ആ മസ്ജിദ് തകർത്ത് കളയുന്നതിന്റെ ലിസ്റ്റ് ഒന്നും നിങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. അതെന്തായിരിക്കും? ഞാൻ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. അപ്പൊ ഈ എം അക്ബറും കൂട്ടരും ഇതേ കാര്യം തന്നെ പറഞ്ഞു നടന്നെയാണ്. എന്ത്? യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, യേശുവിന്റെ ദൈവികതയെ പറ്റി ബൈബിളിൻ്റെ അകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു തെളിവില്ലാത്ത കാര്യമാണ്, ആരൊക്കെയോ എഴുതി വെച്ചതാണ് ബൈബിൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് മുഹമ്മദ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ദാവാ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പോൾ ഇത് എം അക്ബറും കൂട്ടരും ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം അവരെന്തൊക്കെയാണ് ഓടിപ്പരയ്ക്കകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ട്, ഒരു കുറ്റിയല്ല മുഴുവനും കുറ്റിയിട്ട് ചങ്ങലയിട്ട് ബന്ധിച്ച് അവിടെ കിടക്കുകയാണ്. ഈ നോമ്പ് മാസത്തിൽ അള്ളാഹു പിശാചിനെ ചങ്ങലയിൽ ഇടുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചങ്ങലയിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ആരാണ് ഈ മുസ്ലിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതെന്നൊരു പിടുത്തമില്ല. അപ്പം കൂട്ടിലടച്ച് എം അക്ബറും എല്ലാം പെരയ്ക്കകത്ത് കയറി ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ പിന്നെയും വന്നിട്ട് എന്ത് ചെയ്യുവാണ്? ഇസ്ലാമിനെ ഓടിച്ചിട്ട് പിന്നെയും കൂട്ടിലടക്കുക. എന്നിട്ട് അറബിക്കടലിൽ തള്ളി അങ്ങ് മദീനയിൽ അടക്കം ചെയ്യാനുള്ള ഒരുങ്ങിയിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടും പറയാം, എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ.
എന്തൊക്കെയാണെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുസ്തകങ്ങൾ മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിക്കാൻ കിട്ടാത്ത കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയയുടെ വലിയൊരു തള്ളില്ലാത്ത സാഹചര്യത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ചിലപ്പോൾ പല ആൾക്കാർ രണ്ട് ചെവിയും കേട്ടൊക്കെ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അത് നടക്കത്തില്ല. കാരണം നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും പുറത്തേക്ക് വന്നു തുടങ്ങി. ഇനി വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ കാര്യം, ഇന്നത്തെ വിഷയം യേശു ദൈവമാണ് എന്നതിന് ഒരു തെളിവില്ല എന്നതാണ് സത്യമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. മോശെ പ്രവാചകന് കർത്താവ് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത മഹത്തായ വേദഗ്രന്ഥമാണ് തോറ അഥവാ തൗറാത്ത്. ആ തൗറാത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഇസ്രായേൽ സന്തതികളെ രണ്ടാമതും സത്യത്തിൻ്റെ സൽപന്താവിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം അഥവാ യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ ബൈബിൾ തന്നെ നമുക്ക് നിരത്തി തരുന്നുണ്ട്. എന്നാൽ ആ യേശുവിനെ തന്നെ ഒരു വേള ദൈവാവതാരമായിട്ടോ ദൈവാസ്തിത്വമുള്ളവനായിട്ടോ ദൈവമായിട്ട് തന്നെയോ ചിത്രീകരിക്കുന്ന വളരെ വേദനാജനകമായ ഒരു അവസ്ഥാവിശേഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് യാതൊരു തെളിവിൻ്റെ പിൻബലവുമില്ല എന്നതാണ് സത്യം. വോയിസ് നിങ്ങൾ കേട്ടല്ലോ. രണ്ട് കാര്യമുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യം പറയും. ഇദ്ദേഹം പറയാണ് യേശു ദൈവമാണ് എന്നതിന് ഒരു തെളിവുമില്ല. കാരണം ഇസ്രായേൽ മക്കൾ മോശപ്പെട്ടു പോയപ്പോഴത്തേന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ മൂസ നബിയുടെ, ആ മൂസയും മോശയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തെളിയിച്ചതാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഈസാ നബി അഥവാ യേശു ക്രിസ്തു, അപ്പം ആരെ കൊണ്ടുവരാൻ, വഴി തെറ്റിപ്പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്നയാളാണ് ആര്? യേശു ക്രിസ്തു എന്ന ഈസാ നബി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യേശുവും ഈസയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാര്യം ആദ്യമേ പറയട്ടെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു തെളിവില്ല എന്നതാണ് സത്യം. ഇതാരാ പറയുന്നത്? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കള്ളപ്രവാചകനായ മുഹമ്മദിൻ്റെ അടിമയാണ് ഈ പറയുന്നത്. ഖുറാന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക പദവി ലഭിക്കാത്ത മുഹമ്മദിൻ്റെ അടിമയാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ഖുറാന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക പദവി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആയത്ത് തന്നാൽ മതി. 1 മുതൽ 114 അധ്യായമുള്ള ഖുറാൻ്റെ അകത്ത് എവിടെയാണ് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് നിന്നെ ഞാൻ പ്രവാചകനാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരായത്ത് തന്നാൽ മതി. അതുമല്ല എന്നുണ്ടെങ്കിൽ മുൻ പ്രവാചകന്മാരോട് ആരോടേലും അള്ളാഹു നേരിട്ട് പറഞ്ഞ ഒരായത്ത് തന്നാൽ മതി. മുഹമ്മദിനെ ഞാൻ പ്രവാചകനാക്കും, അല്ലെന്നുണ്ടെങ്കിൽ വരും കാലത്ത് പ്രവാചകനാക്കും അള്ളാഹു മുൻപുള്ള ഏതെങ്കിലും പ്രവാചകനോട് നേരിട്ട് പറഞ്ഞ ഒരായത്ത് തന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് പരിഗണിച്ച് പരിശോധിച്ച് പഠിച്ച് നമുക്ക് അതിന് മറുപടിയും തരാം. പിന്നെ അടുത്ത ഒരു വിഷയം പറയുന്നത് ഈ കള്ളപ്രവാചകന്റെ അടിമയുടെ കള്ളത്തരം എന്തൊക്കെയുള്ള അറിയില്ല. കാരണം വഞ്ചനയും ഒക്കെയാണല്ലോ ഈ സാത്താൻ്റെ പ്രവൃത്തി. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പിശാച് തന്ത്രശാലിയാണ്. ഖുറാൻ്റെ അത് പറയുന്നുണ്ട് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവർ മെച്ചപ്പെട്ടവനാണ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തന്ത്രം പ്രയോഗിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമയായ ഇദ്ദേഹം പറയുകയാണ് യേശു പ്രവാചകനാണെന്ന് മത്തായുടെ സുവിശേഷം 5:17 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എഴുതി കാണിക്കുക. മത്തായുടെ സുവിശേഷം 5:17 എന്ത്? യേശു പ്രവാചകനാണെന്ന് ബൈബിളിനകത്ത് നിരവധി വാക്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ, വചനങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ എഴുതി കാണിക്കുന്നതാണത്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ആ വചനം നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. മത്തായുടെ സുവിശേഷം 5:17 പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അല്ലയോ സുഹൃത്തെ, ഇവിടെ യേശു പ്രവാചകനാണെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. ഇവിടെ ഞാൻ പ്രവാചകനാണ്, ഞാൻ ന്യായപ്രമാണത്തെ ഒന്ന് മാറ്റാൻ വന്നല്ലേ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ പറഞ്ഞത്? നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേന് എന്താണ് വിഷയം? നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത്, യേശു ദൈവമാണെന്ന് ബൈബിളിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ തോന്നും. കാരണം യേശു ദൈവമാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ഇടപാടും തീരും. അള്ളാഹുവിൻ്റെ എല്ലാ ഇടപാടും തീരും. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ അള്ളാഹു ദൈവമാണെങ്കിൽ യേശുവും ദൈവമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഖുറാൻ്റെ ആയത്ത് കൊണ്ടും ബൈബിളിലെ വാക്യം കൊണ്ടും അള്ളാഹു ദൈവമാണെങ്കിൽ
അള്ളാഹു ദൈവമാണെന്ന് മുസ്ലിങ്ങളെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിണക്കപ്പെട്ട ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മേൽക്കോയ്മ നടിച്ച് നടക്കുന്ന നിങ്ങളോടും പറയുകയാണ്, നിങ്ങളും അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ദൈവമാണെങ്കിൽ യേശുവും ദൈവമാണെന്ന് ഖുറാന്റെയും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് അനുവദിച്ചാൽ, ദൈവം അനുവദിച്ചാൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ഇവിടെ യേശു ദൈവമല്ല എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇത് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഈ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് വചനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ തള്ളിപ്പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മനസ്സിലാക്കുക, നിങ്ങളും ഇസ്ലാമുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ ബന്ധങ്ങൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കും യേശു ദൈവമല്ല എന്നുള്ളത് തന്നെ പറയണം, നിങ്ങൾക്കും യേശു ദൈവമല്ല എന്നുള്ളത് തന്നെ പറയണം. പിന്നെ ഒരു കാര്യം ഈ വാക്യത്തിൽ പറയാണ്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അല്ലയോ ദാവാക്കാരെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവികത തള്ളിക്കളയുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഇരുളുകൊണ്ട് ഇരുട്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ പിടിച്ചടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ട് മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വെളിച്ചം പൗലോസിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ശൗലായിരുന്നയാൾ പൗലോസായി മാറി ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ആ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസിന്റെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമായിരുന്നു. എന്നാൽ ഇരുട്ടിൽ നിന്നും മാറ്റി പുതിയൊരു മനുഷ്യനായി അദ്ദേഹത്തിന് വരാൻ സാധിച്ചത് ഇരുളിനെ മാറ്റി വെളിച്ചം വന്നപ്പോഴാണ്. വെളിച്ചം ആരായിരുന്നു? അത് ക്രിസ്തുവായിരുന്നു. നിങ്ങൾക്കും അതറിയാവുന്നതാണ്. പക്ഷെ ദാവാക്കാർ പറയുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ക്രിസ്തു വെളിച്ചമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവമായ അള്ളാഹു എന്നും ഇരുട്ടിൽ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതെന്ന് ഞാൻ ചെയ്തു തരുമെന്നുള്ള വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കെ നിങ്ങൾ അതൊന്നും വായിച്ചു നോക്കാതെ നിങ്ങൾ ഈ ഉൾട്ടയടിച്ച് തക്കിയടിച്ച് ജീവിക്കാൻ മുഹമ്മദ് നിങ്ങൾക്ക് അനുവാദം തന്നതുകൊണ്ട്, അള്ളാഹുവും മുഹമ്മദ് നിങ്ങൾക്ക് അനുവാദം തന്നുകൊണ്ട് നിങ്ങൾ ഈ വാക്യങ്ങളൊന്നും വായിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് പലതും വായിച്ച് മുമ്പോട്ടു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അത് യോഹന്നാന്റെ സുവിശേഷം. ഈ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം യോഹന്നാന്റെ സുവിശേഷം ഉണ്ടെങ്കിലല്ലേ മുഹമ്മദിന്റെ ആ ഒരു പ്രവാചകത്വം നിലനിന്നു പോകത്തുള്ളൂ. നിങ്ങളുടെ ഗതികേടാണത്, മനസ്സിലായോ? ഒരേ സമയം ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും ഒരേ സമയം കൈകടത്തിയതാണെന്നും ഒരേ സമയം ദൈവികമല്ല എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും ബൈബിളിനകത്ത് മുഹമ്മദിനെ പറ്റി പറയുന്നുണ്ടെന്ന്. അതാണ് നിങ്ങളുടെ ഗതികേട് എന്ന് പറയുന്നത്. നാണംകെട്ട ജീവിതത്തിലെ ഗതികേടെന്ന് വേണം പറയാൻ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. മനസ്സിലായോ? ഈ കൽപ്പനകളെ കാത്തുകൊള്ളാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ആമേൻ ആമേൻ, ആമീൻ ആമീൻ അല്ല കേട്ടോ. ഈ ആമേനും ആമീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമേൻ എന്ന് പറഞ്ഞു കഴിയുന്നതും ആമീൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങൾ ആമേൻ അല്ല ആമീൻ എന്നാണ് പറയുന്നത്. അതിന് ചില ക്രിസ്ത്യാനികളായിട്ടുള്ളവരൊക്കെ തന്നെ പറയും നമ്മുടെ അതേ സംഭവം തന്നെയാണ് അവിടെ. അങ്ങനെയല്ല, ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണല്ലോ നമ്മുടെ ഇതിൽ. പക്ഷെ ആമീൻ എന്ന് ഇസ്ലാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഹദീസ് വെച്ച് പറയുകയാണ്. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആമീൻ എന്ന് പറഞ്ഞാൽ ആ ആമീൻ പറയുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരോട് അതിനോട് ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കുമെന്ന് മുഹമ്മദ് ആമീൻ എപ്പോഴും പറയുമായിരുന്നു. അത് വേറൊരു വശം. എന്നിട്ട് പറയാം മുഹമ്മദ് പാപമില്ലാത്തവനാണ്. അത് വേറൊരു വശം. ഇവിടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു വരുമെന്ന് പറയുമ്പോൾ
ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു, എനിക്ക് പുത്രനായ യേശു അതെനിക്ക് ചെയ്തു തരുന്നുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷമുള്ളൂ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ യേശുവിനോട് പറഞ്ഞു, യേശുവേ എനിക്ക് നിന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അതെനിക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തു ചെയ്തു തരുന്നുണ്ട്. അതെന്താ അറിയാമോ? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്തവനുമായിട്ടുള്ള എൻ്റെ ദൈവം എന്നോട് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ സകലതും യേശു ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞിരിക്കെ എനിക്കത്രയും ഉറപ്പും ശക്തിയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മറ്റുള്ളവരിലേക്ക് പോകേണ്ട കാര്യം? പിന്നെ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ഒരധികാരവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നതൊക്കെ ഇതാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവം ഒന്ന് മാറ്റി വെച്ചിട്ട് കോട്ടിട്ട സഹോദരനോട് പറയുകയാണ്, കോട്ടൊക്കെ തേച്ച് മടക്കി അങ്ങോട്ട് ഇടുന്ന കൂട്ടത്തിൽ കിട്ടുന്ന സമയത്ത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒന്ന് മാറ്റി വെച്ചിട്ട് ബൈബിൾ എടുത്തൊന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നെക്കാളും 114 അധ്യായമൊന്നും ഇല്ലല്ലോ, കുറച്ച് അധ്യായങ്ങളേ ഉള്ളല്ലോ. ഒന്ന് വായിക്കുന്നത് വളരെ നല്ല, മനസ്സിരുത്തി വായിച്ചാൽ മതി. അപ്പോൾ തന്നെ താങ്കൾക്ക് ആ ഇസ്ലാമിൻ്റെതായിട്ടുള്ള കെട്ടുകളെ വിട്ടുകൊണ്ട് താങ്കൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തുവിനെ അറിയാൻ പറ്റും, യേശു ക്രിസ്തുവിനെ അറിയാൻ പറ്റും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്ത് വന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ദൈവികതയുടെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അപ്പോൾ അവിടെ നമസ്കരിച്ചപ്പോഴത്തേന് യേശുക്രിസ്തുവേ എന്നെ നമസ്കരിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞു? യേശുക്രിസ്തു പറഞ്ഞു എന്നെ നമസ്കരിക്കാൻ പാടില്ല എന്ന്. യേശുക്രിസ്തു ദൈവമല്ല എന്നുണ്ടെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയും എന്നെ നമസ്കരിക്കരുത്, ഞാൻ ദൈവമല്ല. മനസ്സിലായോ? അവർ നമസ്കരിച്ചു, യേശുക്രിസ്തു നമസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്യം തന്നോളൂ. ചിലരോ സംശയിച്ചു. പിന്നെ യേശു അടുത്ത് എന്നിട്ട് പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ സകല അധികാരവും കർത്താവായ യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. ഇത് വായിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൃത്വത്തെ പറ്റി ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? തൃത്വത്തെ പറ്റി ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു എന്നും പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും ബൈബിളിൽ ഈ വാക്യം മാറ്റാൻ പറ്റത്തില്ല. കാരണം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. നാമങ്ങളിൽ നിന്നല്ല കേട്ടോ, 3 ദൈവങ്ങളിൽ നിന്നല്ല കേട്ടോ, ത്രിയേക ദൈവമാണ്. നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്യുന്നു. ഇത്രയോ ഒരു ഭാഗ്യപദവിയിൽ നിൽക്കുമ്പോഴാണ് ചിലവർ വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് തൃത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെയാണെന്ന് കാണിച്ചത്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാവാക്കാരെ, നിങ്ങൾക്ക് തൗഹീദ് ഒന്ന് ഖുറാനിൽ നിന്ന് കാണിച്ചു തരാം. 1-114 അധ്യായമുള്ള ഖുറാൻ്റെ അകത്ത് എവിടെയാണ് അള്ളാഹു നേരിട്ട് മുഹമ്മദിനെ തൗഹീദ് എന്ന് പറയുന്ന സംഭവം പഠിപ്പിച്ചൊന്ന് കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നീട് ഈ യേശുവിൻ്റെ ദൈവികത അവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള ആൾക്കാർ യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ പറ്റി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 17-18 വാക്യം. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. മനസ്സിലായോ? അവിടെ യഹൂദന്മാരായിട്ടുള്ളവർ തന്നെ പറയുകയാണ് സ്വന്തം പിതാവെന്ന് പറഞ്ഞു. ആരെ? ദൈവത്തിനെ സ്വന്തം പിതാവെന്ന് പറഞ്ഞു, ദൈവത്തോട് സമമാക്കി. അവർക്ക് കാര്യം മനസ്സിലായി, ഇവൻ ദൈവത്തിനോട് സമമാകുകയാണ്. എങ്ങനെ? ശബത്തിനെ ലംഘിക്കുന്നു. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പിതാവായ ദൈവം പ്രവർത്തിച്ചതും യേശുക്രിസ്തു പ്രവർത്തിച്ചതും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും യേശുക്രിസ്തുവിൻ്റെ ദൈവികത എന്താണ്. അപ്പോൾ ഇവിടെ ദൈവത്തോട് സമമാക്കി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്.
അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ കാണാം, യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. ഇവിടെയും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലവർ വന്നിട്ട് പറയും, പിതാവിൻ്റെ കൽപ്പനയാലല്ലേ ഞാൻ പല നല്ല പ്രവൃത്തികൾ കാണിച്ചിരിക്കുന്നതെന്ന്. അതെന്താണെന്നുള്ളത് പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമേ, കാരണം എന്താണ്, പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുണ്ടായിരിക്കെ യേശുക്രിസ്തു എന്നിട്ട് പറയാൻ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, മനസ്സിലായി, ഇനി മേലാൽ പാപം ചെയ്യരുത്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അത് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അവളോടും പറഞ്ഞു, നീ ഇനി മേലാൽ പാപം ചെയ്യരുത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോഴത്തേനും അവിടെ ഒരു സ്ത്രീയോട്, ശമരി സ്ത്രീയോടും പറയുന്നുണ്ട്, എന്ത്, അവളുടെ അകല കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, മിശിഹായെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെപ്പറ്റി എത്രത്തോളം വളരെ വ്യക്തമായിട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ കേട്ട യഹൂദന്മാർക്ക് മനസ്സിലായ കാര്യം, അവർ അവനോട് പറയുകയാണ്, ശരിയല്ലേ, അത് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായും യേശു തിരുത്തും. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് മാറ്റമൊന്നുമില്ല, യേശു എന്ത് ചെയ്യും, അത് തിരുത്തും. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ അവർ ഉന്നയിച്ചത് യേശു നിരസിച്ചില്ല. അതിൻ്റെ അർത്ഥം താൻ ദൈവമാണെന്ന് തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു എന്നല്ലേ. വചനങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സത്യമായ കാര്യമായിരുന്നു എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ട്. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാലേ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള ഭാഗം. ഇവിടുത്തെ വിഷയം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് വരികയും അത് പ്രത്യക്ഷമാകുകയും ചെയ്തപ്പോൾ അത് തോമാസിനോട് കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാറേ. അപ്പോൾ തോമാസ് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളാണ് അവിടെ. അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല. കാരണം ബാക്കിയുള്ള ശിഷ്യന്മാർ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേനും തോമാസ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ 3 നിബന്ധന അതാണല്ലോ പറയുന്നത്. എന്ത്? 1 ആണിപ്പഴുത് കാണണം, 2 ആണിപ്പഴുതിൽ വിരലിടണം, 3 വിലാപ്പുറത്ത് കൈയിടണം. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഈ കയ്യിൽ അവർ പിടിച്ചിട്ടുണ്ട്. ആണിപ്പഴുതില്ല എങ്കിലും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കാം, തോളത്ത് കൈയിട്ടിട്ടുണ്ടായിരിക്കാം, ശരിയല്ലേ? കാരണം അത്രത്തോളം സ്വാതന്ത്ര്യത്തോടെയല്ലേ ഇത് പറയുന്നത്. ഇനി വാതിൽ അവർ അടച്ചിരിക്കുകയാണ്. അടച്ചിരിക്കുമ്പോൾ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. മനസ്സിലായോ? സമാധാനം നൽകാൻ ഉലകത്തിൽ ഏത് മനുഷ്യനും സമാധാനം നൽകാൻ ഉലകത്തിലൊരാൾക്ക് പറ്റുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. ഇപ്പോഴും മുഹമ്മദിന് 1500 വർഷമായിട്ട് ഇവരിപ്പോഴും സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഇവിടെ യേശുക്രിസ്തു സമാധാനദായകനായിട്ട് നിൽക്കുകയാണ്. പിന്നെ തോമാസിനോട് പറയാണ്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. കാരണം ഈ ഭാഗങ്ങളൊക്കെ തോമാസ് ഈ പറയുന്ന സമയത്ത് യേശുക്രിസ്തു അവിടെ ഇല്ല, ആരും ചെന്ന് പറയാനും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് ഇവിടെ യേശുക്രിസ്തു വന്ന് പറയുന്നുണ്ട്. 1. 2, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തോമസ് അവനോട്, എൻ്റെ കർത്താവിൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തു ഇവിടെ തിരുത്തിയോ, എന്നെ കർത്താവേന്നും ദൈവമേന്നും വിളിക്കരുതെന്നും പറഞ്ഞ്? മുഹമ്മദ് ഈസ ഇതിനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ തോമസ് അങ്ങോട്ട് ഇത്
പേടിച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടൊക്കെ പേടിക്കുമ്പോഴത്തേനും അത് മുഹമ്മദ് ഈസ അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കും. അള്ളാഹു എന്ന് പറയുന്നത് ദൈവികമെല്ലാം തെളിഞ്ഞപ്പോഴത്തേനും മുഹമ്മദ് ഈസ ഇപ്പോൾ ചിലപ്പം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നൊക്കെ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങിയിട്ടാണ്. ഞാൻ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വിളിക്കാൻ തുടങ്ങിക്കാണാം. അതായിരിക്കും പുള്ളിയുടെ വന്നത്. ഹൃദയത്തിൽ ഈ സ്വരുക്കൂട്ടി വെക്കുന്നയാണല്ലോ അതിരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് ഈസ അങ്ങനെ വിളിക്കാൻ തുടങ്ങിക്കാണും. അതിപ്പോൾ ഇപ്പോൾ ഈ കോട്ടിട്ടുണ്ടോയെന്ന് കുഞ്ഞിന് മനസ്സിലായോ യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ പറ്റി ബൈബിളിനകത്തൊക്കെ ഉണ്ടെന്ന്? ഇനി വേറെ ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 12, 13, 14 ഭാഗത്ത് അവിടെ നോക്കുകയാണെങ്കിൽ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും വരുന്നു. അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാവും. ഇവിടെ ബൈബിളിനകത്ത് കാൽ കഴുകൽ ശുശ്രൂഷയായിട്ടുള്ള ഭാഗത്ത് പറയുന്ന കാര്യമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയാണ്, എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ആര്? നിങ്ങൾ. ഉലകത്തിൽ നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അത് ഞാനൊരു പ്രാവശ്യം ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, റാന്നി വെച്ചൊന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കും ബാക്കി കുറേ നാമധേയ ടീമുകൾക്കും ഭയങ്കര വിഷമായിരുന്നു. അയ്യോ, യേശു ഒരു ഗുരുവായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ യൂട്യൂബിൻ്റെയൊക്കെ താഴെ വന്നിട്ട് എന്ത് കരച്ചിലായിരുന്നു എന്നറിയാമോ? ഇപ്പോഴും ഞാൻ പറയുന്നത്, നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ, ഒരു സദ്ഗുരു ഉണ്ടെങ്കിൽ, സത്യമായ ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലിലൂടെ നടന്നവരാരും വഴിതെറ്റിപ്പോയിട്ടില്ല. അവർ ശിഷ്യന്മാരാകാതിരുന്നിട്ടില്ല. ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ശിഷ്യന്മാരാകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ശിഷ്യന്മാരായിട്ട് ജീവിക്കാൻ കർത്താവായ യേശുക്രിസ്തു എന്ന സദ്ഗുരു, നല്ല ഗുരു കൂടെ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടണമെന്നുണ്ടെങ്കിലേ കുറച്ച് പാടാം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. നല്ലൊരു, കാരണം അത് മനസ്സ് നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു ഗുരുവാണ്. അതുകൊണ്ടാണല്ലോ തോമാസിൻ്റെ ഹൃദയം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് അവിടെ ആ കാര്യം പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ? അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. കാരണം ആ ഗുരുവിൻ്റെ പാത പിന്തുടർന്നവരാരും നശിച്ചു പോകത്തില്ല, നശിക്കാനിടവരികയില്ല. ഇവിടെ കർത്താവെന്നും വിളിക്കുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ്. കർത്താവാണ് സകലതും കർത്തൃത്വം നടത്താൻ കഴിവുള്ളവനാണ് കർത്താവ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തു, എൻ്റെ നിത്യജീവനായ യേശുക്രിസ്തു, എനിക്ക് സ്വർഗം പ്രദാനം ചെയ്ത യേശുക്രിസ്തു, അവൻ ഗുരുവാണ്, കർത്താവാണെന്ന് ഞങ്ങൾക്ക് വിളിക്കുന്നതിൽ യാതൊരുവിധ മടിയില്ല. കാരണം ഗുരുക്കന്മാരെക്കാൾ ഏറ്റവും വലിയ ഗുരുവാണ് അവൻ. മനസ്സിലായോ? രാജാക്കന്മാരെക്കാൾ ഏറ്റവും വലിയ രാജാവാണ് അവൻ. രാജാതിരാജാവും കർത്താതികർത്താവുമാണ്. രാജാതിരാജാവെന്നെങ്ങാനും ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനാകെ പെട്ടുപോകുന്നു. ഇസ്ലാമിൽ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് രാജാതിരാജാവും കർത്താതികർത്താവുമാണ് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു. എത്ര സന്തോഷമാണെന്നറിയാം ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടെയും പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 12, 13, 14 ഭാഗത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്ത വാക്യം എടുക്കുമ്പോഴത്തേനും എന്നെ കേൾക്കുന്ന ദാവാക്കാർക്കും ചില ആൾക്കാർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. കാരണം പൗലോസ് അപ്പോസ്തലനെ ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇസ്ലാമിൻ്റെ കടയ്ക്ക് കത്തി വെച്ച ആളാണ് ആര്? പൗലോസ് അപ്പോസ്തലൻ. കാരണം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കാത്ത ആൾക്കാരെ എങ്ങനെ നിങ്ങൾ ശിഷ്യന്മാരായിട്ട് എടുക്കും? യേശുവിൻ്റെ കൂട്ടത്തിൽ പൗലോസ് നടന്നിട്ടില്ല, അതുകൊണ്ട് ശിഷ്യനാക്കാൻ പാടില്ല. ഓക്കെ, സമ്മതിച്ചു. ഞാനതങ്ങ് സമ്മതിച്ചു. ഓക്കെ, സമ്മതിച്ചു. ഉറപ്പായിട്ടുള്ള കാര്യം, ശിഷ്യനാക്കുന്നില്ല. ഞാൻ പൗലോസുമായിട്ടുള്ള ബന്ധം വിട്ടേക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം. ദാവാക്കാരും ബാക്കിയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആഗോള മുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം എനിക്കൊരു ഉറപ്പ് തരണം. മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ നടക്കാത്ത, മുഹമ്മദുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, മുഹമ്മദ് മരിച്ച് 240 പരം വർഷത്തിന് ശേഷം വന്ന് എഴുതിയ ബുഖാരിയും മുസ്ലിമും ഇതേപോലുള്ള ആൾക്കാരുണ്ടല്ലോ. ആര്? ഈ ഹദീസ് വക്താക്കൾ, ഹദീസ് പണ്ഡിതന്മാർ, അല്ല ഹദീസ് എഴുതിയവർ, ആ ഹദീസ് മുഴുവനും അങ്ങ് തള്ളിക്കളയാമോ നമുക്ക്? എന്നിട്ട് പൗലോസിനെ പറ്റി ഒന്ന് നോക്കാം. മനസ്സിലായോ? കാരണം മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നവരല്ല. മുഹമ്മദ് മരിച്ച് 240 പരം വർഷത്തിന് ശേഷം വന്നവരാണ്. അപ്പോൾ അവരെ അങ്ങോട്ട് തള്ളിക്കളയാം. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ഇനി തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11, 12, 13, 14 ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് നല്ല സൂപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും
നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ ബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. മനസ്സിലായോ? എന്നെ കേട്ടവർക്ക് മനസ്സിലായോ? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ട് കാത്തുകൊണ്ടു. മനസ്സിലായോ? മഹാദൈവം ആര്? എൻ്റെ കർത്താവായ യേശുക്രിസ്തു മഹാദൈവമാണ്. അവനപ്പുറത്തേക്ക് ഒരു ദൈവവുമില്ല. നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടു. മനസ്സിലായോ? രക്ഷിതാവാണ്. അല്ലാഹു ഒരു രക്ഷിതാവാണോ നിങ്ങൾക്ക്? മുഹമ്മദ് ഒരു രക്ഷിതാവാണോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് എല്ലാവരോടും പറയുന്നത്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. മനസ്സിലായോ? നിങ്ങൾക്കിത് ബോധ്യമായി തുടങ്ങുന്നുണ്ടോ? യേശുക്രിസ്തു തന്നെ മഹാദൈവം. ആര് പറഞ്ഞു? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയാണ്, അവൻ മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തോ പ്രശ്നമുണ്ട്. ഇനി അതുകൂടാതെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതെ, ഇത് പറയുന്നതിന്റെ പ്രധാന കാരണം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആദം അനുസരണക്കേടിനാൽ വീണുപോയി, എന്നാൽ രണ്ടാമത്തെ ആദം അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തുവിലുള്ള പാപം തന്നെ നിങ്ങളുണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. ഇത് വാക്യങ്ങൾ കാണിച്ചു തരുന്നതിന്റെ കാരണം എന്താ അറിയോ? ദാവാക്കാരെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നത് എന്നെ കേട്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിരിക്കുന്ന എൻ്റെ ക്രിസ്ത്യാനികളായ സഹോദരന്മാരോടും മുസ്ലിങ്ങളായിട്ടുള്ളവരോടും എല്ലാം പറയുകയാണ്, ഈ യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും നമുക്ക് കാണിച്ചു കൊടുത്ത് ഇവർക്ക് മറുപടി കൊടുക്കണമെന്നേ. നമ്മുടെയൊക്കെ ആൾക്കാർ ഇത് വേണ്ടാന്ന് വെച്ച് മാറി എന്തിനാണ് എന്നും പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുമ്പോൾ ഇപ്പം എന്തിനാണെന്നല്ല, ഇത് പഠിക്കേണ്ട ആവശ്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം നമ്മുടെ കുട്ടികളിലും മറ്റുള്ളവരിലും ഇവർ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ. അതെ, ദൈവരൂപത്തിലിരുന്ന് ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കർത്താവായ യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അവിടെ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളതിനായി തീർന്ന എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. ആ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ട് അനുസരണമുള്ളവനായി തീർന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അത് എന്നെ കേൾക്കുന്ന ചില മുസ്ലിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പൗലോസ് എഴുതിയത് എങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും? പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ എഴുതിയ ബൈബിളിൻ്റെ അകത്തെ ലേഖനങ്ങളുടെ അകത്തെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് പോയി മുഹമ്മദിന് കണ്ട സ്ഥലങ്ങളെല്ലാം പറഞ്ഞു നടക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദാവാപ്രവർത്തകരെയും ഈ പൗലോസിനോട് ഇത്രയ്ക്ക് ദേഷ്യം? ഇമാം റാസിയുടെ തഫ്സീറിൽ തന്നെ സൂറത്ത് യാസിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന 4 പേരിൽ ഒരാൾ ആരാ? പൗലോസാണ്. ഇനി അമാനുവരുടെ തഫ്സീർ എടുത്ത് നിങ്ങൾ നോക്കൂ, അതിൻ്റെ അകത്തും പൗലോസാണ്. ആദ്യകാല ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും പൗലോസിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ ദാവാ പ്രവർത്തകർക്ക് എന്തോ ബുദ്ധിമുട്ടാണ്. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അത് എഴുതാൻ പറ്റത്തില്ല എന്ന് ഇസ്ലാമിൽ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. പക്ഷെ ദാവാക്കാരെന്താണ് കഴിക്കുന്നത്? അല്ലെങ്കിൽ ഈ ബൈബിളിനെ ഇത്രയ്ക്ക് വൃത്തികേടാക്കാൻ വേണ്ടി മതവിദ്വേഷം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഭയങ്കര മതവിദ്വേഷം നടത്തുന്നത്. എന്ത് മതവിദ്വേഷം നടത്തുന്നു?
നിങ്ങളല്ലേ ഏറ്റവും വലിയ മതവിദ്വേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് വിളി ഒന്ന് അർത്ഥം വെച്ച് മലയാളത്തിലൊന്ന് വിളിച്ചു കഴിയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മതവിദ്വേഷകരെന്ന്. അതുകൂടാതെ റോമാലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആമീനല്ല കേട്ടോ, ആമേൻ. അവൻ സർവത്തിനു മുമ്പേ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. മനസ്സിലായോ? എന്നേക്ക് ഞങ്ങൾക്ക് വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഖുറാനിലേക്കൊന്ന് പോവാം. അല്ലാഹു ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും 1 മുതൽ 114 അധ്യായമുള്ള ഖുറാൻ്റെ അകത്ത് എവിടെയെങ്കിലും അല്ലാഹു നേരിട്ട് സത്യവിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾ എന്നോട് അപേക്ഷിക്കൂ ഞാൻ ഉത്തരം നൽകാമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ ഞാനാണ് സത്യദൈവമെന്നോ മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഒരു ഖുറാനായത്തതാ. നിങ്ങളുടെ അല്ലാഹു ദൈവമാണെന്ന് നമുക്ക് സമ്മതിക്കാന്നേ. യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞ വാക്യം വേണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ വാക്യങ്ങൾ ഞാൻ തന്നു. കാരണം ദൈവത്തിന് മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ പറ്റൂ. ശരിയല്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. പാപങ്ങളെ മോചിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ശരിയാണല്ലോ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, മുഹമ്മദിനോട് നേരിട്ട് സത്യവിശ്വാസികളെ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ അല്ലെങ്കിൽ ഞാനാണ് സത്യദൈവമെന്നോ അല്ലാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ആയത്തുണ്ടെങ്കിൽ തരും. പക്ഷേ നിങ്ങൾ ഈ ആയത്തുകൾ തന്നില്ലെങ്കിലും മറുപടി തരും. എങ്ങനെയാണെന്നറിയോ? ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ബൈബിൾ വാക്യങ്ങൾക്ക് മറുപടി തന്ന് സ്വന്തം കിതാബിൽ വിശ്വാസമില്ലാത്തതിൻ്റെ കാരണം നിങ്ങളവിടെ തെളിയിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള സത്യക്രിസ്ത്യാനികൾക്ക് ഉറപ്പുണ്ട്. കാരണം ബൈബിൾ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഓട്ടിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കാനും എഴുതിയിടാനും നിങ്ങൾക്ക് ഭയങ്കര കഴിവുള്ളവരാണ്. പക്ഷെ ഞാൻ ഖുറാനിൽ നിന്ന് ചോദിച്ചതിന് നിങ്ങൾക്ക് മറുപടി തരാൻ നട്ടലിൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. PVC പൈപ്പ് ആണോ എന്ന് ചിലവർ ചോദിച്ചു കഴിഞ്ഞാൽ PVC പൈപ്പിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. വാഴപ്പിണ്ടി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴപ്പിണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. ലോകത്തുള്ള എന്തെങ്കിലും ഒരു വസ്തു ഈ ഇസ്ലാമിക ദാവാക്കാരുടെ നട്ടലിൻ്റെ ഭാഗത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയിട്ടോ ഈ നട്ടലിൻ്റെ ഭാഗത്ത്, ഇവരുടെ നട്ടലിൻ്റെ ഭാഗത്ത് എന്ത് വെക്കാൻ പറ്റുമെന്നുള്ളത്, അതിൻ്റെ മൂല്യം എന്താണെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. അത് വേറൊരു വശം. പിന്നെ ബൈബിൾ വാക്യങ്ങൾക്ക് മറുപടി തരുന്നതിൻ്റെ കാരണം സ്വന്തം കിതാബിൽ വിശ്വാസമില്ലാത്തതിൻ്റെ കാരണമാണ്. അവരുടെ കിതാബിൽ 1 മുതൽ 114 അധ്യായം ഉള്ള ഖുറാൻ എന്ന് പറയുന്ന കിതാബിൽ അവർക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ കാരണമാണ്. അത് അല്ലാഹുവിലും മുഹമ്മദിലും ഈമാൻ കാര്യത്തിൽ, ഇസ്ലാം കാര്യത്തിലും പരലോകത്തിലും കുറച്ചെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചോദ്യത്തിന് മറുപടി തരും. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരും. എൻ്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. അല്ലാഹു നേരിട്ട് സത്യവിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾ എന്നോട് അപേക്ഷിക്കൂ ഞാൻ ഉത്തരം നൽകാമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കുകയും ഞാനാണ് സത്യദൈവമെന്നോ മുഹമ്മദിനോട് അല്ലാഹു നേരിട്ട് പറഞ്ഞ ഖുറാനായത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചലഞ്ച് ഏറ്റെടുക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, അല്ലാഹുവിലും മുഹമ്മദിലും ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും പരലോകത്തിലും കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും നല്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി തരും. ഇനി അടുത്തത്, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവുള്ളെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂന്ന് ഖുറാനിൽ പറയുന്നു. അത് അല്ലാഹു ആണോ പറഞ്ഞത്, ആരാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷെ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് എടുത്ത് കാണിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഖുറാൻ 8:10 പറയാണ്, ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിനു വേണ്ടിയും മാത്രമാണ് അല്ലാഹു അത് ഏർപ്പെടുത്തിയത്. അല്ലാഹുവിൽ നിന്നല്ലാതെ യാതൊരു സഹായവും ഇല്ല. തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകും. ഖുറാൻ 8:10. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയും മാത്രമാണ് അല്ലാഹു അത് ഏർപ്പെടുത്തിയത്. അടുത്തതാണ് നമ്മുടെ പ്രധാന ഭാഗം, അല്ലാഹുവിൽ നിന്നല്ലാതെ യാതൊരു സഹായവും ഇല്ല. തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകും. അടുത്തത് 29-22. ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനാവില്ല.
നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല. അപ്പോൾ അള്ളാഹുവാണ് ഇവരുടെ രക്ഷാധികാരി, അള്ളാഹുവാണ് ഇവരുടെ സഹായി എല്ലാം പറയുന്നു. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. അവനത്രേ പ്രതാപിയും കരുണാനിധിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. ഇതാകെ പ്രശ്നമുള്ള ഒരായത്താണ്. അത് വേണം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞതാണല്ലോ ഖുർആൻ എന്നാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കും, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടെന്ന് ആരാ ഈ പറഞ്ഞത്? അള്ളാഹു ആണോ? ഇനി താൻ ഉദ്ദേശിക്കുന്നവരെ, ഈ താൻ എന്ന് പറയുന്ന ആളാരാ? അള്ളാഹു ആണോ? അവൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവനാരാ? അള്ളാഹു ആണ്. ഇനി അവൻ അത്രയും പ്രതാപിയും കരുണാനിധിയും. ഇപ്പം ഈ അവൻ അത്രയെന്ന് പറയുമ്പോൾ ആരാ? അള്ളാഹു ആണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടെന്ന് പറയുമ്പോൾ ഒരു അള്ളാഹു ഉണ്ട്, താനെന്ന് പറയുമ്പോൾ ഒരു അള്ളാഹു ഉണ്ട്, അവനെന്ന് പറയുമ്പോൾ ഒരു അള്ളാഹു ഉണ്ട്, അവൻ അത്രയെന്ന് പറയുമ്പോഴും ഒരു അള്ളാഹു ഉണ്ട്. അപ്പോൾ എത്ര അള്ളാഹു ഈ ആയത്തിൽ? അല്ല, അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ചാണല്ലോ ഖുർആൻ എന്നുണ്ട് പല ആൾക്കാരും ക്ലബ് ഹൗസിലൊക്കെ ഒന്ന് ചർച്ച ചെയ്ത്. ലാസ്റ്റ് നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ മറ്റു പല ആൾക്കാരും ഇതിൻ്റെ ഇടയ്ക്കൂടൊക്കെ കയറി വരുന്നുണ്ട്. അത് എതുവഴിയൊക്കെയാണ് കയറി വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഇനി ഒരു ഹദീസിൻ്റെ അകത്ത് പറയുകയാണ്, സുന്നു തിർമിദി അധ്യായം 49 ഹദീസ് നമ്പർ 3370 പേജ് 890. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവനോട് അള്ളാഹു കോപിക്കും. അപ്പോൾ പ്രാർത്ഥന ആരോടാ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അള്ളാഹുവിനോട് മാത്രമേ ആവശ്യങ്ങൾ പറയാവൂ, തൗബ ചെയ്യാവൂ, ദുആ ഇറക്കാവൂ. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, വേറെ ആരോടും പാടില്ല, വേറെ ആരോടും പാടില്ല. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇവരാരോടാണ് ദുആ ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവരാരോടാണ് ദുആ ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഇവർ വന്നിട്ട് പറയുമല്ലോ, യേശുവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, യേശു പ്രാർത്ഥന കേൾക്കുകയല്ല, ഞങ്ങളുടെ യേശു പ്രാർത്ഥന കേൾക്കും. പക്ഷെ ഈ പറയുന്ന ആൾ പ്രാർത്ഥന കേട്ടിട്ട് ഉത്തരം തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണേ. ഈ പ്രാർത്ഥന, ഇദ്ദേഹം പ്രാർത്ഥന കേട്ടിട്ട് ഉത്തരം തരൂല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്, ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്, ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങൾ ഹായിബാക്കല്ല തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മത്തീങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്. അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്, ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്.
എത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. പിന്നെ ഖുറാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി തരാൻ പറ്റിയില്ലെങ്കിൽ ചോദ്യം ഏതാണെന്ന് മനസ്സിലായോ? ഇല്ലാന്നെ ചോദ്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. യേശു നേരിട്ട് പറഞ്ഞതുപോലെ ഖുറാനിൽ അള്ളാഹു നേരിട്ട് സത്യവിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾ എന്നോട് അപേക്ഷിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, ഞാനാണ് സത്യദൈവമെന്നോ മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ ഖുറാനായത്ത് തരണം. ഖുറാനായത്ത് തന്നാൽ മതി. അല്ലെങ്കിൽ അപേക്ഷിച്ചാൽ ഉത്തരം നൽകാമെന്ന് യേശു പറഞ്ഞതുപോലെ മുഹമ്മദിനോട് പ്രാർത്ഥിച്ച ഉത്തരം തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഖുറാനായത്ത് തന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്, അപേക്ഷിച്ചാൽ ഉത്തരം തരാമെന്ന് പറഞ്ഞ ഖുറാൻ വായിച്ചു വരുമ്പോൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകാമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ എവിടെയും കണ്ടില്ലെങ്കിൽ അപേക്ഷിച്ചാൽ ഉത്തരം നൽകാമെന്ന് പറഞ്ഞ് യേശുവിലേക്ക് തിരിയുക. അപേക്ഷിച്ചാൽ ഉത്തരം നൽകാമെന്ന് പറഞ്ഞ് യേശുവിലേക്ക് തിരിയുക. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിപ്പിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ലാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം. കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. മറ്റുള്ളവരുള്ള പ്രാർത്ഥനയും സഹായം തേടലും ഒക്കെ നിർത്തുക. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിന്നാൽ കർത്താവായ യേശു ക്രിസ്തു സകല കാര്യങ്ങളും നിവൃത്തിയാക്കി തരും. കാരണം അപേക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഉപേക്ഷിക്കേണ്ട കാര്യം? അപേക്ഷിച്ചുകൂടെ, പ്രാർത്ഥിച്ചുകൂടെ? കർത്താവായ യേശു ക്രിസ്തു ചെയ്ത് തരിക തന്നെ ചെയ്യും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല പോംവഴി ആകാശത്തിന് കീഴിൽ ഭൂമിക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അപ്പോൾ ചിലവർ വന്നിട്ട് പറയും യേശു ക്രിസ്തു മധ്യസ്ഥനല്ലേ? കണ്ടോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു ഇല്ല. അപ്പോൾ അത് മധ്യസ്ഥം വെപ്പല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയവരിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമുള്ളെന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ സംസാരിക്കാൻ വന്ന ഈ വോയിസ് ഇട്ട ആളിൻ്റെ കള്ളത്തരം ആദ്യമേ പിടിച്ചു. മത്താടെ സുവിശേഷത്തിൽ നിന്നുള്ള കള്ളത്തരം ആദ്യമേ പിടിച്ചു. രണ്ടാമത്തെ വിഷയം യേശു ദൈവമല്ല പറഞ്ഞു. അതിന് മൊത്തം മറുപടി കർത്താവിനാൽ എനിക്ക് തരാൻ സാധിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഈ മദീനത്ത് കിടക്കുന്ന തങ്ങളോട് വിളിച്ചപേക്ഷിച്ചതിൻ്റെ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. മുഹമ്മദ് ഇപ്പോഴും ഭൂമിക്കടിയിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തിർമിദിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇപ്പോഴും ഭൂമിക്കടിയിൽ കിടക്കുകയാണ്. പിന്നെ ഈ ഭൂമിക്കടിയിൽ കിടന്ന് മുൻകീറിൻ്റെ നക്കീറിൻ്റെ ഒക്കെ അടിമ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആള് അവിടെ നീ അടിമ മേടിക്കുന്നതിന് രക്ഷപ്പെടാൻ നോക്കുമോ, അത് ഈ കരയുന്നവരിലും രക്ഷപ്പെടാൻ നോക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം മയ്യത്തിനെ ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ, വിലപിച്ചു കഴിഞ്ഞാൽ ഖബറിലിട്ട് മയ്യത്തിനെ അടിക്കുമെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഹദീസിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ കരഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. എങ്കിലും ഞങ്ങൾ ഒരു കാര്യം ഇപ്പോഴേ പറയുകയാണ്, ഏത് കരച്ചിൻ്റെയും ഏത് വിഷമത്തിൻ്റെയും ഏത് പ്രയാസത്തിൻ്റെ നടുവിലും നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറയാം, ഈ ഖബറിലേക്കുള്ള അടിമേടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ മുമ്പിൽ കവന്നു വീഴാനോ നിങ്ങളിതിന് പോകേണ്ട. കറുത്ത കല്ലിൻ്റെ മുമ്പിലേക്കോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്കോ നിങ്ങൾ പോകരുതേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ, നിങ്ങളുടെ വിഷമതകളെ അറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഭാരങ്ങളെ അറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് മാറ്റി തന്നുകൊണ്ട് നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ എന്നെ കേട്ട എല്ലാവരോടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.